എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ചട്നിയാണ്. ഇത് നമുക്ക് കുറേ ദിവസങ്ങൾ എടുത്തു വെച്ചിട്ട് അപ്പോഴേക്കപ്പോഴേ നമ്മളത് റെഡിയായിട്ട് കലക്കി വറുത്തിട്ടാൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാലും ഒരു ജോലിക്ക് പോകണവരോ ആരായാലും ശരി, രാവിലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ യാത്ര പോയി വന്ന് നമുക്ക് പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എളുപ്പം എടുത്ത് കലക്കി വറുത്തിടുക വേണ്ടു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമുക്കിനി അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ ഇൻസ്റ്റൻറ്റ് ചട്നി ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം കുറച്ച് പൊട്ടുകടല, ഒരു 1.5 ടേബിൾ സ്പൂണ് പൊട്ടുകടല വറുത്തെടുക്കണം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിയോളം ഒന്ന് വറുത്തെടുക്കണം. ആദ്യം ഇപ്പോൾ ഈ കടല ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് നേരമേ വേണ്ടൂ കേട്ടോ കടലയ്ക്ക്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കൊട്ടിയിരിക്കാം. ഇനി അതേ ഇതിൽ തന്നെ കുറച്ച് വറ്റൽ മുളകും ഉഴുന്നും കൂടി വറുത്തെടുക്കാം. അത് ഈ ഉഴുന്നൊന്ന് ചെറിയൊരു ചോപ്പാവോളം അതും ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഈ ഉഴുന്ന് ഇതുപോലെ ചോത്തിട്ടുണ്ട്. ഇനി നമുക്കതും ഈ ഇതിൽ കൊട്ടാം. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് ചെറുപയർ പരിപ്പ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോക്കണം. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് ചോത്ത് വന്നാൽ മതി. ഈ ചെറുപയർ പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. ഈ നിലക്കടലയും ഒന്ന് മൊരിയോളം വറുത്തെടുക്കണം. അത് നല്ലോണം വറുത്തെടുത്തിട്ട് തോല് കളഞ്ഞ് എടുക്കണം. അപ്പോൾ അതുപോലെ നമുക്കിനി കുറച്ച് നാളികേരം കൂടി വറുത്തെടുക്കേണ്ടത് കഴിഞ്ഞാൽ, നാളികേരം ചിരവിയിട്ടോ അല്ലെങ്കിൽ പൂണ്ട് പൊടിച്ചിട്ടോ എങ്ങനെയാലും, ചിരവാണ് വേണ്ടത്, അല്ലെങ്കിൽ നുറുക്കിയിട്ട് പൂണ്ടാലും മതി, അതും കൂടി എടുക്കണം. പിന്നെ വേണമെങ്കിൽ ഇഞ്ചി ഇടാം, ഇതിൽ കറിവേപ്പില ഇടാം. ഞാൻ ഇഞ്ചി കറിവേപ്പിലയും ഇതിൽ ഇടുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് അതിടാം, അതും ടേസ്റ്റാണ്. എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് നമ്മളത് പൊടിച്ചെടുക്കാൻ പോകണം. ഈ കടലയൊന്ന് തൊലി നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റുന്നവരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഈ നിലക്കടല നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി നമ്മളത് വേറൊരു പ്ലേറ്റിലേക്കാണ് കൊട്ടണം, കാരണം ഇത് തൊലി കളയണമല്ലോ. ഇനി നമ്മൾ അതൊന്ന് തുടച്ചതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് തുടച്ച് കളയാം. എന്നിട്ട് നമ്മൾ കുറച്ച് നാളികേരം, ഞാനിപ്പോൾ ഇത് നുറുക്കിയിട്ട് പൊടിച്ചതാണ്, ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ മുറി നാളികേരം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഉണ്ടാക്കി വെക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അളവ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിലക്കടലൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിലക്കടലയും നാളികേരം കുറച്ച് അധികം എടുത്താൽ നന്നായിരിക്കും. ഇനി ഈ നാളികേരം കൂടി ഒന്ന് ചുവക്കനെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ നാളികേരം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ, എണ്ണ ഒഴിക്കാണ്ട്, എണ്ണ പാടുകയില്ല ഇതിൽ, നമുക്ക് കുറച്ച് ദിവസം വെക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണം. ഈ നിലക്കടലിലെ തോല് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ഇതേപോലെ തോല് കളഞ്ഞിട്ട്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നിലക്കടല ഇടാം. പിന്നെ വറ്റൽമുളകും പൊട്ടുകടലയും ചെറുപയറും ഉഴുന്നും ഒക്കെ വറുത്തത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാളികേരം വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേപോലെ
പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പാകത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വല്ലാതെ നൈസ് ആവണമെന്നില്ല കേട്ടോ. ഇനി ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചട്നി ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് കലക്കിയിട്ട് വറുത്തിട്ട് കൊണ്ടു. അതാണ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല സൗകര്യം അത്. രാവിലെയൊക്കെ പെട്ടെന്ന് നമ്മൾ പലഹാരം ഉണ്ടാക്കി വെച്ചാൽ ചട്നി അരയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും, ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യിച്ചാൽ അതിനനുസരിച്ചിട്ട് അളവെടുക്കുക. എത്ര പേർക്കാണോ വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ അളവെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചെറിയ ചൂടിലാണ് ഒഴിക്കണം. ഇതേപോലെ കലക്കി എത്രയാണ് നമുക്ക് ചട്നിക്ക് കട്ടി വേണ്ട വെച്ചാൽ അതുപോലെ കലക്കണം. കണ്ടോ, ഇതേപോലെ കലക്കിയെടുത്താൽ മതി. കട്ടില്ലാണ്ട് കലക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് താളിക്കും കൂടിയേ വേണ്ടു. ഇപ്പോൾ ഒരു പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതി. ഇനി അതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക്, 2 വറ്റൽമുളകും കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചട്നിക്ക് ഇത് തളിച്ച് ഇടാം. ഇപ്പം നമ്മളുടെ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ നല്ല സ്വാദായിരിക്കുന്നുണ്ട്. എല്ലാ ചേരുവകളും ഉണ്ടല്ലോ ഇതിൽ. ഇനി ഇഞ്ചിയും കറിവേപ്പിലയും കൂടി വറുത്ത് ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. അതും ഒരു സ്വാദാണ്, അത് വേറൊരു സ്വാദ്. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ചട്നി തയ്യാറാക്കണമെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് ഒരു കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ എളുപ്പമാണത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഇൻസ്റ്റൻറ്റ് ചട്നി ഉണ്ടാക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.